ഇന്നത്തെ സന്ദേശം, the Holy Spirit gives life to you, your dead situation. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിർജീവമായ അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. Today's message, the Holy Spirit gives life to you in your dead situations. അതിനാധാരമായ ഒരു വേദഭാഗത്തെ വായിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാർ അല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. The Holy Spirit gives life. Amen. 2 Corinthians chapter 3 verse 6, who made us sufficient as ministers of the new covenant, not of the letter but of the Spirit. For the letter kills, but the Spirit gives life. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ഈടുറ്റ കരുത്തുള്ള അതിശക്തമേറിയ ആത്മനിറവുള്ള വെളിപ്പാടുകളുടെ കലവറയായ സ്വർഗീയമായ 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറി. Apostle Paul has given us some 14 letters, epistles, which are very profound, spirit-filled and filled with revelations. അഭിഷിക്തനായ അപ്പോസ്തലനായ പൗലോസിന് ദൈവം കൊടുത്തിരിക്കുന്ന അതിശക്തമേറിയ ദൈവകൃപയാണ് ആ വലിയ കാര്യങ്ങളെ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളെ, കാലഘട്ടങ്ങളെ, പല പല കാലഘട്ടങ്ങളെ ഒരു വാക്കിലും 2 വാക്കിലുമൊക്കെ ചുരുക്കി എഴുതുവാൻ കൊടുത്തിരിക്കുന്ന ദൈവകൃപ. Apostle Paul had this special anointing and ability to bring into our attention and focus the great epochs of the salvation history into just 2 or 3 words or sentences. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ ആക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ അത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തെയും പുതിയ നിയമ കാലഘട്ടത്തെയും, പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും ഒരൊറ്റ വാക്കിനകത്ത്, ഒരൊറ്റ വാക്യത്തിൻ്റെ പരിമിതികളിൽ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ തൂലികകളിലൂടെ എഴുതി നിർത്തി. Paul, in this confines of just 1 verse, rightly contrasts the 2 epochs, the Old Testament ministry and the New Testament ministry, by saying that he also made us sufficient as ministers of new covenant, not of the letter but of the Spirit. But the letter kills and the Spirit gives life. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 വ്യത്യസ്തമായ കാലഘട്ടത്തെയും വ്യത്യസ്തമായ 2 ശുശ്രൂഷകളെയുമാണ് ഒറ്റ വാക്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. We have to understand that in 1 verse he is trying to include the contrast, the difference of 2 ministries which happened in 2 epochs. അഭിഷിക്തൻ പറയുകയാണ്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കുവാൻ പ്രാപ്തരാക്കി. ഞങ്ങൾ പ്രാപ്തരായതല്ല, ഞങ്ങളെ അവൻ പ്രാപ്തരാക്കിയതാണ്. ഞങ്ങൾ ആയതല്ല, ഞങ്ങളെ ആക്കിയതാണ്. ഞങ്ങൾ നിന്നതല്ല, ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങൾ നേടിയതല്ല, അവനെല്ലാം ഞങ്ങൾക്ക് നൽകിയതാണ്. Paul rightly says that the Lord has made us sufficient. It's not that we have sufficiency in ourselves, that we are standing, that we are doing something. There's nothing within us. It's the power which has given to us that we stand. ഇത്ര മഹത്തരമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ യോഗ്യരല്ലായിരുന്നു, ഞങ്ങൾ പ്രാപ്തരല്ലായിരുന്നു. പക്ഷേ ഞങ്ങളെ അതിനായി സ്വർഗ്ഗത്തിലെ ദൈവം പ്രാപ്തരാക്കി. The Lord has given us the ability. We have no merit in ourselves, but the Heavenly Father has enabled us to do this ministry. ഇന്ന് ഈ ലൈവ് സർവീസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർവസ് ടിവിയിലോ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾ ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ എത്ര പേർ ഇത് കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങൾക്ക് പറയാൻ കഴിയും, ദൈവം ഈ 2020 എന്ന വർഷത്തിലും എന്നെ പല നന്മകളും അനുഭവിക്കുവാൻ പ്രാപ്തയാക്കി. ഈ വർഷവും എൻ്റെ കർത്താവ് എന്നെ നിർത്തി. ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. എൻ്റെ കഴിവുകൾ കൊണ്ട് ഞാനൊന്നും നേടിയതല്ല. എൻ്റെ ദൈവം അർഹിക്കാത്ത പലതും
എനിക്ക് നൽകിയതാണ്. How many of you who are hearing this message across the platforms can say that this year the Lord has made me stand, the Lord has made me prevail. It's not my merit, but it's solely His grace that the Lord has enabled me to exist today. As of now, I am standing. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ വചനത്തിനകത്തുന്ന ഒരു പദം മാത്രമാണ്, അത് മറ്റൊന്നല്ല. ബട്ട് ദ സ്പിരിറ്റ് ഗിവ് ദ ലൈഫ്. ആത്മാവോ ജീവിപ്പിക്കുന്നു. Just I want to focus on just one phrase, that is the Spirit gives life. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ഞങ്ങൾ, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. We are not the ministers of the letters, but we are the ministers of the Spirit. അപ്പൊ അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, അക്ഷരത്തിന്റെ ശുശ്രൂഷ ഉണ്ടായിരുന്നു, അക്ഷരത്തിന്റെ ശുശ്രൂഷ ഉണ്ടായിരുന്നു, കൊല്ലുന്ന ശുശ്രൂഷ ഉണ്ടായിരുന്നു, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതാണ് ഒരു കാലഘട്ടത്തെ എടുത്തു കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തെ എടുത്തുയർത്തി പൗലോസ് ഇവിടെ ഈ സത്യം വ്യക്തമാക്കുന്നത്. So from this very verse we can understand that there was a time of the ministry of the law, there was a time of the ministry of the letter, there was a time of the ministry which killed, and from that time frame Paul is trying to expose and bring into the front a ministry which is now, which is prevailing. മരണത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് ജീവന്റെ ശുശ്രൂഷയിലേക്ക്, കൊല്ലുന്ന ശുശ്രൂഷയിൽ നിന്ന് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയിലേക്ക്, അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക്. From a spirit of death unto a spirit of life, from a spirit which kills into a spirit which revives, from a spirit of the law into the spirit of the Lord. അല്ലെങ്കിൽ ഈ സന്ദേശം വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്ന വാത്സല്യ ദൈവദാസന്മാർ, സഭയാം കുടുംബങ്ങൾ, വ്യക്തികൾ മനസ്സിലാക്കുക, ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയിലാണ്. All those who are hearing this message, make it sure that we are in a time period which is of a spirit, which is a ministry which is prevailing, that is a spirit which gives life. ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ആത്മാവിന്റെ ശുശ്രൂഷയിലാണ്. We are in a ministry of the Spirit. അക്ഷരത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ച്, അത് കൊല്ലുന്ന ശുശ്രൂഷയാണെന്നും ആ ശുശ്രൂഷ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയാണെന്നും ആ ശുശ്രൂഷയിൽ ആത്മാവിന്റെ ജീവൻ ചലിക്കുന്നില്ല എന്നും പൗലോസ് വ്യക്തമാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ചില സംഭവങ്ങളുണ്ട്. There are certain events in which Paul tries to prove that the old covenant ministry is lifeless, it kills, and it doesn't make any revival of the Spirit. പുറപ്പാടിന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സീനായി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം ദൈവത്തിന്റെ വിരലുകളാൽ എഴുതപ്പെട്ട കൽപ്പലകകളുമായി താഴ്വാരത്തിലേക്ക് പർവ്വതനിരകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു മോശയെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. We can find in Exodus chapter 32:19 following that Moses was in the presence of the Lord for a long 40 days, and he was coming down from the Mount Sinai with the stone tablets of the law in his hand. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടികളെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്നും എറിഞ്ഞ് അത് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. It's written there, so it was as soon as he came near the camp, he saw the calf and the dancing. So Moses' anger became hot, and he cast the tablets out of his hands and broke them at the foot of the mount. And then he took the calf which they made, burned it in the fire, and ground it into powder. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ സീനായി പർവ്വതത്തിൽ നിന്ന് നിയമത്തിന്റെ കൽപ്പലകകളുമായി താഴ്വാരത്തിലേക്ക് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഇറങ്ങി വരുമ്പോൾ, മുഖത്തിന്റെ ആ ത്വക്ക് തേജസ്സിൽ നിറയപ്പെടുമ്പോഴും അകത്തെ മനുഷ്യൻ കോപത്തിൽ ജ്വലിക്കപ്പെടുകയാണ്. കോപിതനായി ക്ഷുഭിതനായി മോശ ഇറങ്ങി വന്നുകൊണ്ട് അന്യദേവനെ ആരാധിക്കുന്ന ജനത്തെ കണ്ടുകൊണ്ട് അവരുണ്ടാക്കിയ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞ് അത് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ഇതേ പുറപ്പാട് പുസ്തകം തന്നെ നമ്മളിപ്പോൾ 32-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണ് വായിച്ചത്. അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ലേവിയർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. അതിന്റെ
മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്ന് പറഞ്ഞു. ഒരൊറ്റ ദിവസം തന്നെ വെളിപ്പെട്ട അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പഴയ നിയമവുമായി, നിയമത്തിൻ്റെ കൽപ്പനകളുമായി, കൽപ്പലകകളുമായി സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയുമായി, ശുശ്രൂഷയുടെ വ്യവസ്ഥകളുമായി താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കോപം ജ്വലിക്കുന്ന ഒരു മോശയെ കാണാം. മുഖത്ത് തേജസ് ജ്വലിക്കുന്നുണ്ട്, പുറമേ ചിലത് കാണുന്നുണ്ട്, പക്ഷെ അകമേ ചില തിന്മകൾ വെളിപ്പെടുന്നുണ്ട്. കൽപ്പലകകൾ എറിഞ്ഞു പൊട്ടിച്ച് ജനത്തെ കുടിപ്പിച്ച് 3000 പേർ നിലംപരിചായ അനേകമായിരങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ. അത് പറഞ്ഞത് മോശയല്ല, സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുകയാണ്, എന്നോട് പാപം ചെയ്തവന്റെ എല്ലാം പേര് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് മിനിസ്ട്രിയുടെ, പഴയ നിയമ കൽപ്പനയുടെ, ഉപദേശങ്ങളുടെ ആരംഭമാണ് ഈ വായിച്ചത്. What we find in this chapter is that Moses is coming down from the Lord's presence. His face was shining with the glory of the Lord, but inside he was unable to control the anger which burned in him, and he was breaking the tablets which the Lord himself was written the commandments, and he was breaking all the golden calf and making it into powder and making them to drink. And you can find that though his face is shining with the glory of the Lord, inside he is burning with anger. This is a serious thing. And finally, when you come to verse number 33, the Lord says that whoever has sinned against me, I will blot him out of my book. And this is a serious thing that happened, all these incidents, when he was coming down with the old covenant. അക്ഷരത്തിന്റെ ശുശ്രൂഷയുമായി, അക്ഷരത്താൽ എഴുതപ്പെട്ട കൽപ്പനകളുമായി ഇറങ്ങി വരുന്ന മോശയുടെ മുൻപിൽ ഇതാ 3000 പേർ വീഴുന്നു. അനേകമായിരങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. In front of Moses, who came down from the mountain with the letter, the ministry of the letter, the old covenant, there are 3000 people. They are being killed, and many of the people's name are being blotted out from the book of life. എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ യഥാർത്ഥമായി വെളിപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുന്നതിന്റെ ഇനാഗുറേഷൻ എന്നതുപോലെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വാക്യങ്ങളിലാണ്. അവിടെ എഴുതിയിരിക്കുന്നു, പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ പരിശുദ്ധാത്മ സാന്നിധ്യം, ദൈവശക്തി നിറയുവാനിടയായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തന്റെ മേൽ ആ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. But in sharp contrast to what we have read in Exodus chapter 32, we find in Acts chapter 2, now when the day of the Pentecost had finally come, they all were in one accord in one place, and suddenly there came a sound from heaven as of a rushing mighty wind, and it filled the whole house where they were sitting. Then there appeared to them divided tongues as of fire, and one sat upon each of them, and they all were filled with the Holy Spirit and began to speak with other tongues as the Spirit gave them utterance. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ അന്യഭാഷയിൽ സംസാരിച്ചു. എന്നാൽ ആത്മനിറവിൽ നിന്നുകൊണ്ട്, ആത്മശക്തിയെ അകത്ത് ഏറ്റെടുത്തുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് 38-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 2:38 വായിക്കുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഒരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോരുത്തരും സ്നാനമേൽപ്പീനെന്ന് പറഞ്ഞു. 41-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അന്ന് 3000 പേർ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനപ്പെട്ടു, അവരോടുകൂടെ ചേരുവാനിടയായി.
In Acts chapter 2 verse 38 following, Peter being filled with the Spirit, he stands up and preaches the first gospel message, and he says like this, repent and let every one of you baptized in the name of Jesus Christ for the remission of your sin. And in 41 we read that then those who gladly received his word were baptized, and that day about 3,000 souls were added to him. അക്ഷരത്തിന്റെ ശുശ്രൂഷയുമായി മോശ സീനായിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ 3000 പേർ വീണു. 3000-ലധികം പേരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം തന്നെ മായിച്ചു കളഞ്ഞു. അതേ സാഹചര്യത്തിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുമായി, ആത്മാവിന്റെ ശുശ്രൂഷയുമായി, അഭിഷേകത്തിന്റെ ശുശ്രൂഷയുമായി, പരിശുദ്ധാത്മ നിറവുമായി പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇതാ 3000 പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. അനേകം ആയിരങ്ങളുടെ അകത്ത് ആത്മാവിന്റെ ജീവൻ വ്യാപരിക്കുന്നു. In the letter of in the spirit, in the covenant of the old covenant, Moses was coming down from the Sinai, and we find 3,000 people were killed, and we find more than 3,000 people's name were blotted from the book of life. But when Spirit-filled ministry began at the Pentecost, what happened was 3,000 people were brought into life by the message of Peter. അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ 3000 എണ്ണം വീണപ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിനായി പരിശുദ്ധാത്മാവ് 3000 എണ്ണത്തെ എഴുന്നേൽപ്പിക്കുകയാണ്. In the ministry of the letter 3,000 people were killed, but when the ministry of the Spirit began, 3,000 people were brought into life for the kingdom of God. ഈ വലിയ സംഭവങ്ങളെ, ഈ വലിയ ചരിത്രങ്ങളെ ഒരൊറ്റ വാക്കിനകത്ത് പൗലോസ് കൊണ്ടുവരുന്ന ആ മനുഷ്യന്റെ അസാധാരണമായ ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എല്ലാ സംഭവങ്ങളെയും മൊത്തത്തിൽ ചേർത്തുകൊണ്ട് ഒറ്റ വാക്കിൽ പൗലോസ് എഴുതി, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. All these events which had happened right from Exodus down through the ages, Paul was able to summarize in just one verse, and he says that, behold, the letter kills, but the Spirit gives life. പുതിയ നിയമസഭയുടെ വിശ്വാസികളെ, ദൈവത്തിന്റെ ജനമേ, രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഈ സത്യത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവജനവും ദൈവസഭയും പാരമ്പര്യ വിശ്വാസിയും ന്യൂ ജനറേഷനും മുഴുവൻ ആൾക്കാരും തിരിച്ചറിയുക, ഇതിനകത്ത് വ്യാപരിക്കുന്ന ജീവനുള്ള ഒരു ആത്മാവുണ്ട്, ജീവിപ്പിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. All of those people of God who had accepted Jesus Christ and worship him in truth and spirit, make sure that you understand the fact that there is the Spirit which is working in our midst, and that Spirit is a spirit of life. ആത്മാവോ ജീവിപ്പിക്കുന്നെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ അതിശക്തമേറിയ ഒരു റെവലേഷനാണ് മറഞ്ഞിരിക്കുന്നത്. അറിയാമോ? ജീവിപ്പിക്കുന്ന, ജീവൻ നൽകുന്ന, നിന്റെ ഡെഡ് സിറ്റുവേഷനെ, മരണപ്പെട്ട അനുഭവങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് പകലിലും ഇതിനകത്ത് ചലിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. When you hear the phrase Spirit gives life or Spirit revives, you have to understand a greater mystery which hidden in that revelation is that in whatever situation you are, whether it be a dead situation, whether it be a degenerating situation, the Lord is bringing into life whatever situations you are undergoing into a greater presence of God's life. 400 വർഷക്കാലം വെയിൽ കൊണ്ട, 400 വർഷത്തോളം കാലഘട്ടം മരുഭൂമിയിലൂടെ പൊള്ളുന്ന വെയിലത്ത് നടന്ന, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ച, കൈപ്പുള്ള വെള്ളം കുടിച്ച ആ ജനത്തിന് വെളിപ്പെടാത്ത ദൈവകൃപ, ആ ജനം അനുഭവിക്കാത്ത ദൈവശക്തി, അവർ ഇറങ്ങിത്തിരിച്ച് പുറപ്പെട്ട ആ ജനത്തിന് കിട്ടാതെ പോയ ഭാഗ്യം പഴയ നിയമ വിശുദ്ധന്മാർക്കും പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കും ലഭ്യമാകാതെ പോയ ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ശക്തി അകത്ത മനുഷ്യനിൽ അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നിനക്കെങ്ങനെ വായടച്ചിരിക്കാൻ കഴിയും? How can you be silent when you understand the fact that the people who came out from the Exodus, who went through the wilderness journey, they were not able to experience this reviving Spirit? And how can you be silent when you understand the fact that this Spirit is coming inside you and reviving and strengthening your inner man? ഞാൻ ഒരിക്കൽ ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് ഈ വചനം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വെളിപ്പാട് ദൈവസന്നിധിയിൽ കാണുകയുണ്ടായി. While I was preaching once this message that the Spirit revives, I was seeing a great revelation. ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന, അല്ലെങ്കിൽ ആ സമയത്ത്
ആമീൻ, കണ്ട ഒരു ആത്മാവിൽ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു ലോക്ക് പൂട്ടിയിരിക്കും. നമ്മുടെ ഗേറ്റ് ഒക്കെ പൂട്ടത്തില്ലേ, താഴിട്ട് പൂട്ടത്തില്ലേ, അതുപോലെ പൂട്ടുന്ന ഒരു പൂട്ട്, ആ പൂട്ടിന്റെ മുകളിൽ വളഞ്ഞിരിക്കുന്ന ആ ലോക്ക് അഴിഞ്ഞു മാറുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ആത്മാവിലേക്ക് വന്നാൽ അവന്റെ പാരമ്പര്യത്തിന്റെ ലോക്ക് അഴിയും, അവന്റെ പാപത്തിന്റെ ലോക്ക് അഴിയും, അവന്റെ ബന്ധനത്തിന്റെ ലോക്ക് അഴിയും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന ഈ വചനം വീട്ടിനകത്തോ എവിടെയാണോ ഇരുന്ന് കേൾക്കുന്നേ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനത്തിന്റെ ലോക്ക് അഴിയും. നിന്റെ ആത്മീക നിലവാരത്തെ ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനത്തിന്റെ ലോക്ക് അഴിയും. പരിശുദ്ധാത്മാവിന് ജീവിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവുമില്ല. The vision which I was seeing was just this. There was a lock and the iron bar of the lock is being opened. It is unleashed. And from that what I understand is just this. If the Spirit comes, if the Spirit of the God revives you, the traditional bondages you have in your life, the bondage of the sin which you have in your life, the bondage which has made your prayer life in a totally dead situation, there is the Lord's Spirit who can come into your life and unleash all the bondages and the shackles of your life. എഗസ്കേലിന്റെ പ്രവചനം 47:9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സഹോദരങ്ങളെ. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായിട്ട് സകലവും ജീവിക്കും. വാ തുറന്ന് ശബ്ദമുയർത്തി പറയാമോ, സകലത്തെയും ജീവിപ്പിക്കുന്ന നദി, സകലത്തെയും ജീവിപ്പിക്കുന്ന നദി, സകലത്തെയും ജീവിപ്പിക്കുന്ന നദി. ഒരിക്കൽ ഈ നദിയെ കുറിച്ച് യേശു കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യോഹന്നാൻ 7:37, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചത്രേ യേശു പറഞ്ഞത്. Ezekiel chapter 47 verse 9 we read, it shall be that every living thing that moves wherever the river goes will live. There will be a great multitude of fish because these waters go there, for they will be healed, and everything will live wherever the river goes. And the same thing is repeated from the mouth of Jesus in John 7:37, whoever thirsts, let them come to me, and whosoever believes, from them streams of living water will flow. Open your mouth and say, wherever this river flows, life will be unleashed. എഗസ്കേൽ 47:9 പറയുകയാണ്, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് വളരെ മത്സ്യമുണ്ടാകും. നിന്റെ ശൂന്യതകളെ ഈ നദിക്ക് മാറ്റാൻ കഴിയും. നിന്റെ മരണപ്പെട്ട അവസ്ഥകളെ ഈ നദിക്ക് മാറ്റാൻ കഴിയും. ഈ നദി വരുമ്പോൾ അവിടെയെല്ലാം പഥ്യമായി തീരും. ഈ നദിക്ക്, ഈ ആത്മാവിൻ്റെ നദിക്ക്, ഈ പരിശുദ്ധാത്മാവിന് നിന്നെ വിശുദ്ധീകരിക്കാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവിന് വളരെ നന്മകൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നിലുള്ള ജീവൻ വർദ്ധിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, ഈ ആത്മതന്ന് നിന്റെ ഭവനത്തിൽ ഒഴുകിയാൽ ആ ഭവനത്തിലെ സകലതിലും ജീവൻ വ്യാപരിക്കും. ഈ ആത്മനദി നിന്റെ പട്ടണത്തിൽ ഒഴുകിയാൽ ആ പട്ടണത്തിൽ സകലത്തിൻ്റെയും അകത്ത് ജീവൻ ചലിക്കും. ഇന്ന് ഈ പകലിൽ ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മ പ്രവർത്തിക്കും പരിശുദ്ധാത്മ ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യനാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നവനല്ല, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വിധേയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനും ഈ നിമിഷം വരെ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ആത്മാവ് ചലിക്കുന്നിടത്ത് ജീവൻ വ്യാപരിക്കും. ആത്മശക്തി വ്യാപരിക്കുന്നിടത്ത് പുതുക്കങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ ആത്മാവ് എവിടെ വ്യാപരിക്കുന്നോ അവിടെ വെളിപ്പെടുന്ന ഒരു സമൃദ്ധിയുണ്ട്, അവിടെ വെളിപ്പെടുന്ന ഒരു സമാധാനമുണ്ട്, അവിടെ വെളിപ്പെടുന്ന ഒരു സൗഖ്യമുണ്ട്, അവിടെ വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. As a person who ministers in the Spirit and gives total freedom to the ministry of the Spirit, let me say that wherever this stream of life flows,
flows, there will be life, there will be healing, there will be prosperity. And if this stream of life flows into your life will be totally changed. If this stream flows into your family will be entirely different. If it flows into your ministry will go into a next level of anointing. That's the power of the stream of life. നിങ്ങൾ ദൈവകൃപയിലേക്ക് വരുമ്പോൾ, നിങ്ങൾ യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ ദൈവികമായ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ ലോക്ക് പൊട്ടിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തെടുത്ത് ആ ദൈവകൃപയിലേക്ക് നയിക്കുമ്പോൾ, ഒരു പക്ഷേ പലരും കളിയാക്കിയേക്കാം, പലരും വിമർശിച്ചേക്കാം, നിന്നെ പലരും പരിഹസിച്ചേക്കാം. പക്ഷെ അവരറിയുന്നില്ല നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ. അവരറിയുന്നില്ല നിന്റെ ഭവനത്തിനകത്ത് വന്നു ചേരുന്ന മഹാമത്സ്യങ്ങൾ. അവരറിയുന്നില്ല നിന്റെ ജീവിതത്തെ ദൈവം പഥ്യമാക്കി തീർത്ത അനുഭവങ്ങൾ. ഇന്ന് പകലിൽ എത്ര പേർ ആ അനുഭവത്തിൽ നിന്ന് പറയും, എനിക്ക് ജീവൻ നൽകിയ ഒരു ആത്മാവുണ്ട്, എന്നെ ജീവിപ്പിച്ച ഒരു ആത്മാവുണ്ട്. എന്റെ ചത്ത അനുഭവത്തിൽ നിന്ന്, എന്റെ ചത്ത ആരാധനയിൽ നിന്ന്, എന്റെ പാരമ്പര്യത്തിൽ നിന്ന് ആ ലോക്കിനെ പൊട്ടിച്ച്, ആ ബന്ധനത്തെ അഴിച്ച്, ആ മുഖത്തെ തകർത്ത് എന്നെ പുറത്തെടുത്ത ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഞാൻ അനുഭവമുള്ള വ്യക്തിയാന്നുള്ളവർ ഒരാമീൻ പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. When you come out from the letter that kills from the old covenant into the new covenant, the covenant of the Spirit, you can understand that many people, when you drink this spiritual life, many people will mock you, many people will try to ridicule you and put you down. But you can look at them and say to them, you don't know the power that came to me, you don't know the prosperity that's come into my life, you don't know the fishes which increased in my life. And you can say that the prosperity, the power, the unleashing which came into my life was unprecedented, and my life was totally changed by the Spirit. ഇത് കർത്താവിന്റെ അഭിഷിക്തനെ, ഇത് നമ്മൾ പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു സത്യമല്ല കേട്ടോ. ഈ ഭൂമിയുടെ ആരംഭം തുടങ്ങി, ഉൽപ്പത്തി പുസ്തകം തുടങ്ങി, ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവൃത്തിയെ അംഗീകരിക്കാൻ പറ്റാത്തവന് പഴയ നിയമവും വായിക്കാൻ പറ്റുകയില്ല, പുതിയ നിയമവും വായിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവൃത്തിയെ അംഗീകരിക്കാൻ പറ്റാത്തവൻ അവൻ പഴയ നിയമ വിശ്വാസിയല്ല, പുതിയ നിയമ വിശ്വാസിയല്ല. കാരണം ഇത് രണ്ടിലും അവനില്ല. ഇത് രണ്ടിലും, ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും ഒരുപോലെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു മഹാസമുദ്രമല്ലേ ദൈവത്തിന്റെ ശക്തിയും അവന്റെ കൃപയും. If you cannot acknowledge the Spirit's activity both in the Old Testament and New Testament, you cannot be an Old Testament believer, neither can you be a New Testament believer. The whole of the Bible is teeming with the power of the Spirit and how the Spirit gives life. And if you acknowledge that, then you have the life in you. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, ജനസിസിൽ പ്രാരംഭത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു, എന്നാൽ വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ്, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ്, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ്, and the Spirit of God moved upon the face of the water. വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ വാ തുറന്ന് പറഞ്ഞു. മിണ്ടാൻ പറ്റാത്തവൻ ഉൽപ്പത്തി വായിച്ചേക്കരുത്, ഇത് പറയാൻ പറ്റാത്തവൻ പുറപ്പാട്, എല്ലാത്തിലും ദൈവത്തിന്റെ ആത്മാവുണ്ട്. തുടക്കം മുതലേ ഈ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ ഇതിന്റെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് അവൻ വാ തുറന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്ന, ജീവനില്ലാതിരുന്ന ഭൂമിയിൽ. എന്താ ഇന്നത്തെ സന്ദേശം? പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്നു. ജീവനില്ലാതിരുന്ന ഭൂമിയിൽ, ജീവജാലങ്ങളില്ലാതിരുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സഹോദര സഹോദരി, ആ സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്ഡ്. നമ്മളൊക്കെ ചില സമയങ്ങളിൽ പറയാറുണ്ട്, ഹോളി സ്പിരിറ്റ്, can you please touch that person? Welcome you Holy Ghost. Move this place. ഇതിന്റെ ആഴം എന്നാ, അർത്ഥം എന്നാ, പറഞ്ഞു എന്നാന്ന് തിരിച്ചറിയുന്നുണ്ടോ? Holy Ghost, move this place. പരിശുദ്ധാത്മാവേ, ഈ സ്ഥലത്ത് നീ മൂവ് ചെയ്യണേന്ന് പറഞ്ഞ എന്നാന്നറിയാവോ? എല്ലാം തികഞ്ഞ് തൃപ്തനായ നിനക്ക് വേണ്ടിയല്ല,
ജീവിതത്തിൽ മരിച്ച തകർന്ന തരിപ്പണമായ പാഴായ ശൂന്യമായ പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലൂടെ പോകുന്ന ആയിരങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അവരെ ജീവിപ്പിക്കാൻ ടിനു ജോർജിന് പറ്റത്തില്ല, എൻ്റെ ബുദ്ധിയുടെ പ്രസംഗത്തിന് പറ്റത്തില്ല, എൻ്റെ വാക്ചാതുര്യത്തിന് പറ്റത്തില്ല, ആരോ എവിടോ എഴുതി വെച്ച ഏതെങ്കിലും പാട്ടിന് പറ്റത്തില്ല. എന്നാൽ ആ പാട്ടിന്റെ പിറകിൽ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, ആ വചനത്തിന്റെ പിറകിൽ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, ആ പ്രവചനത്തിന്റെ പിറകിൽ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, ആ വചനത്തിന്റെ പിറകിൽ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ ഏതു തകർന്നവനെയും ആത്മാവ് ജീവിപ്പിക്കും. Hallelujah, glory to God Jesus. Oh, Rashamthara. Right from the first pages of the Bible, throughout the Bible, each pages you can understand the power of the Spirit very much active. In Genesis 1 verse 2 we find that everything was formless, everything was void, everything was lifeless, no living creatures, no life appeared on the face of the earth. And what we find is that the Spirit started its ministry, it started to move. We simply say that, Spirit touch me, we simply say that, Spirit move in this place. Do you know what's the meaning of Spirit moving? If the Spirit moves in some place, it will bring into life, it will bring into life the things which are barren, it will bring into life the things which are formless, it will bring into life the things which are void. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാ തുറന്നൊന്ന് പറ, സ്പിരിറ്റ് ഓഫ് ദ ഗാഡ്, ഹോളി സ്പിരിറ്റ്, മൂവ് മൈ ലൈഫ്, മൂവ് മൈ ഫാമിലി. ദൈവത്തിന്റെ ആത്മാവേ, ശൂന്യമായിരിക്കുന്നിടത്ത് നീ ഒന്ന് ഇറങ്ങണേ, ഇരുളായിരിക്കുന്ന അനുഭവങ്ങളിലോട്ട് നീ ഒന്ന് ഇറങ്ങണേ. ഞാനൊരു എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഐ ആം യൂസ്ലെസ് എന്ന് നിങ്ങളെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ യൂസ്ഫുൾ ആക്കും. നീ കഴിവില്ലാത്തവനാ, മിടുക്കില്ലാത്തവനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ശക്തനാക്കി മാറ്റും. ഇത് അനുഭവത്തിൽ നിന്നാ പ്രിയപ്പെട്ടവരെ. പാഴായ ശൂന്യമായ വ്യക്തിത്വങ്ങളെ പരിശുദ്ധാത്മാവ് പണിതുയർത്തുമെന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. It's from my life experience that I am preaching. Wherever you are, please tell to the Holy Spirit, Holy Spirit, please move in me. If the Holy Spirit moves, you may be called as a useless person, you may be called as a good for nothing person, but the Lord tells to you, if the Holy Spirit moves, it can transform radically any person who are labeled as useless into a useful vessel into the hands of the Lord. എന്നെ കേൾക്കുന്നവരെ, നാം ഇപ്പോൾ വായിച്ച എഗസ്കേലിന്റെ പ്രവചന പുസ്തകം 47 നാം കണ്ടു, ഈ നദി ചെന്ന് ചേരുന്നിടത്ത് അവിടെ പഥ്യമാകും, അവിടെ സകലവും ജീവിക്കും, ജീവിപ്പിക്കുന്ന ആത്മാവ് അവിടെ വ്യാപരിക്കും. We read in Ezekiel chapter 47 verse 9 that wherever the river goes, everything will live, it will come to life and everything will be healed. അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ? നാം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. For that to happen in your life, you have to submit yourself to the guidance and the control of the Spirit. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രദർശനമായിരുന്നു. That's why Apostle Paul says our ministry, our preaching was not in words of great rhetorical wisdom, but it was the display of the power of the Spirit. ഞങ്ങൾ ശുശ്രൂഷിച്ചത് ബുദ്ധിയിൽ നിന്നോ ബുദ്ധിയുടെ പ്രമാണത്തിൽ നിന്നോ അല്ല. We did not preach from a law of this mind or from our wisdom. അതാ പോൾ പറഞ്ഞത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ ഇത് ദൈവശക്തിയാകുന്നു. ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതാ എഫേസ്യർ 3:20 പറയുന്നത്. എഫേസ്യർ 3:20 എന്നാ എഴുതിയിരിക്കുന്നത്? അതിശക്തമേറിയ ഒരു വെളിപ്പാടാണ് എഫേസ്യർ 3:20 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന
ശക്തിയാൽ കഴിയുന്നവന്, പുതിയ നിയമസഭയെ, പുതിയ നിയമ വിശ്വാസിയെ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. There is a power which is outworking in the church. There is a power which is outworking in the ministry of the New Testament. That's why Paul says in Ephesians chapter 3 verse 20, now to him who is able to do exceedingly abundantly above all that we ask or think, according to the power that works in us. According to the power. ഈ ശക്തിയാൽ, ഈ വ്യാപരിക്കുന്ന ശക്തിയാലാണ്, ഈ വെളിപ്പെടുന്ന ആത്മശക്തി നിമിത്തമാണ് നമ്മൾ ചോദിച്ചതിലും ചിന്തിച്ചതിലും അത്യന്തപരമായി, എൻ്റെ ചിന്തകൾക്കും എൻ്റെ വിചാരങ്ങൾക്കും എൻ്റെ സ്വപ്നങ്ങൾക്കും ഒക്കെ അതീതമായ നിലയിൽ ഞാനൊരു അത്ഭുതമായി തീരുന്നതിൻ്റെ കാരണം ഈ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. നോട്ട് ബിക്കോസ് ഓഫ് മൈ എഡ്യൂക്കേഷൻ, നോട്ട് ബിക്കോസ് ഓഫ് മൈ സർട്ടിഫിക്കറ്റ്സ്, നോട്ട് ബിക്കോസ് ഓഫ് മൈ എബിലിറ്റി, ബിക്കോസ് ഓഫ് ഹിസ് പവർ, ബിക്കോസ് ഓഫ് ഹിസ് സ്പിരിറ്റ്. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു അടി കൊള്ളാതെ ഒരു പോയം എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഒരു ഇംഗ്ലീഷ് എസ്സേ തെറ്റാതെ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. ഹിന്ദി സാറിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കൊള്ളാതെ ഒരു ഹിന്ദി പോയം 2 അടി കൊള്ളാതെ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. എക്സാം വരുമ്പം വീണ്ടും വീണ്ടും ബുക്ക് എടുത്ത് മറിച്ചു നോക്കും. കാരണം എക്സാം ഹോളിൽ ചെല്ലുമ്പോഴും പഠിക്കാൻ വലിയ ഭയങ്കര സംഭവമൊന്നും അല്ലായിരുന്നു. ഞാൻ കഴിവ്, എൻ്റെ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളതായിരുന്നു. അവൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ. ഒരു ഹിന്ദി പോയം അടി കൊള്ളാതെ കാണാതെ പറയാൻ അറിയാത്ത എനിക്ക് ഒരു ഇംഗ്ലീഷ് പദ്യം, ഒരു പോയം, ഒരു എസ്സേ 4 വഴക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് കൊള്ളാതെ പറയാൻ പറ്റാത്ത എനിക്ക് ഇന്ന് എത്ര പാട്ട് കാണാതെ അറിയാമെന്നറിയാവോ? ഈ ബൈബിളിൽ എത്ര വചനം എൻ്റെ അകത്ത് ദൈവം സ്റ്റോർ ചെയ്തെന്നറിയാവോ? ദൈവജനമേ, ദിസ് ഈസ് നോട്ട് മൈ എബിലിറ്റി. കഴിവുള്ളവനായിരുന്നെങ്കിൽ അന്നേ അത് വെളിപ്പെടണം. പഠിക്കുന്ന കാലത്ത് ബുദ്ധിമാനായിരുന്നെങ്കിൽ അത് പഠിക്കുന്ന കാലത്ത് വെളിപ്പെടണം. ഒരു ബുദ്ധിയും വലിയ സംഭവം ഒന്നും അല്ലാതിരുന്ന നമ്മളെ ഈ വചനം പറയാനും ഒരു പാട്ട് പാടാനും ഒക്കെ ശക്തീകരിക്കുന്നത് കഴിവല്ല, അപ്പനും അമ്മയും ചൊല്ലിത്തന്നതല്ല, കുടുംബക്കാർ അടിച്ചേൽപ്പിച്ചതല്ല, മതവും സഭയും പകർന്നു തന്നതല്ല. പറയാൻ ഒരുവന്റെ പേരേ ഉള്ളൂ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് ബിസിനസ്സുകാരനായതുകൊണ്ടല്ല, ഡോക്ടർ ആയതുകൊണ്ടും ഭയങ്കര എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടും ഒന്നുമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയയിലും നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. എനിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ല, നിങ്ങൾ വലിയ സംഭവമായിരിക്കും, ഞാനതല്ലായിരുന്നു. എന്നെ ജീവിപ്പിച്ചത്, എനിക്ക് ജീവൻ നൽകിയത്, എന്നെ ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിച്ചത്, എന്നെ ഞാനാക്കി മാറ്റിയത് ഈ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി എന്തെങ്കിലും നടക്കണമെങ്കിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി വേണം. Ephesians 3 verse 20 says, above all that we ask or think, according to the power that works in us. It's not the ability which makes you a person of above average caliber. It's the outworking of the Holy Spirit which makes you a wonder person, a wonder man, a wonder woman. It's not made by your ability, it's by the outworking of the Holy Spirit. This I am saying right from my experience. During my school days, I was not able even to recite a single poem in English, not even able to say a single sentence in Hindi. I used to get many canings from my teachers, but
now I have stored enough of songs inside me. I have enough of Bible verses inside me. I crisscross the globe not because of my ability or because I was a businessman. I was carrying the word of God. When the Holy Spirit comes on you, you will be my witnesses in Jerusalem, in all Judea, and to the ends of the earth. That happened in me not because of my ability, but because the ability outward inside me. That's the power of the Holy Spirit. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ പറയാറുണ്ട്, പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിനോട് പറയാറുണ്ട്, അപ്പാ നീ എന്നെ അഭിഷേകം ചെയ്തില്ലായിരുന്നെങ്കിൽ, നിന്റെ ആത്മാവ് എന്നിൽ വന്നില്ലായിരുന്നെങ്കിൽ, ഈ അഭിഷേകം നീ എൻ്റെ മേളിൽ പകരാൻ കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ എന്നാത്തിന് കൊള്ളായിരുന്നു. I have told to my heavenly Father, Abba, if you have not anointed me with your power, with your Holy Spirit, I would have been a totally useless person in this world. ഈ പരിശുദ്ധാത്മാവിനെ ചിലർ തുച്ഛീകരിക്കുകയും കളിയാക്കുകയും പരിശുദ്ധാത്മ പ്രവൃത്തിയെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അവരോടൊന്നും പറയാനില്ല. പക്ഷെ സങ്കടം തോന്നാറുണ്ട്. ദൈവമക്കളെന്ന് പറയുന്നവർ പോലും, ഇത് അനുഭവിച്ചവർ പോലും, ഈ ശക്തി ഏറ്റെടുത്തവർ പോലും, ഇതിനകത്ത് വന്ന് ഈ ദൈവകൃപ പ്രാപിച്ചവർ പോലും പരിശുദ്ധാത്മ പ്രവൃത്തികളെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും പരിമിതപ്പെടുത്തുകയും സംശയദൃഷ്ടിയോടെ നോക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തിരുവെഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ദൈവശക്തിയോട് അവഗണന കാണിക്കുമ്പോൾ വാസ്തവമായും എനിക്ക് പ്രയാസമുണ്ടാകാറുണ്ട്. I feel very much pain inside my heart when the people of God themselves who had experienced the power of the Holy Spirit, they ridicule the Holy Spirit, they belittle the Holy Spirit, they put down the Holy Spirit, they restrict the Holy Spirit, and it feels so much pain inside my heart. Right from the first page of the Bible through Revelation, we find the Spirit, and how dare you ridicule the Holy Spirit. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ജീവിപ്പിക്കുന്ന ആത്മാവിനെ നിങ്ങൾ നിയന്ത്രിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിങ്ങളെ ഏൽപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ, നിങ്ങളുടെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. മിനിസ്ട്രി ഈസ് നോട്ട് ആൻ അറേഞ്ച്ഡ് പ്രോഗ്രാം. മിനിസ്ട്രി, the Bible ministry, the Christian ministry, the New Testament ministry is not an arranged program. The New Testament ministry is the power of God. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് അങ്ങോട്ട് എഴുതി ഉണ്ടാക്കി അടുത്ത ആൾ ചെയ്യും, അടുത്ത ആൾ ചെയ്യും. 5 മിനിറ്റ് പ്രസംഗം, 5 മിനിറ്റ് അപ്പുറത്ത് പോകാൻ പാടില്ല, ഇന്നതേ പ്രസംഗിക്കാൻ പാടുള്ളൂ, ഇന്നതേ പറയാൻ പാടുള്ളൂ, ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ലിസ്റ്റ് കാണുമ്പോൾ തോന്നുന്നത് പരിശുദ്ധാത്മാവിനെ ഇവൻ ലീഷിൽ കൊണ്ടു നടക്കുന്നതായിട്ടാണ്. നിന്റെ ലീഷിൽ നിൽക്കുന്ന, നിന്റെ പോക്കറ്റിൽ നിൽക്കുന്ന, നിന്റെ ബുദ്ധിയിൽ നിൽക്കുന്ന, നിന്റെ എഴുത്തിൽ നിൽക്കുന്ന, നീ എഴുതി വെച്ച പ്രോഗ്രാം ചാർട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനം അല്ല ദൈവത്തിന്റെ ആത്മാവ്. That is unlimited. That is the power of God. In the name of Jesus. Hallelujah. Udaraba shamthara manadiriga samthara. Yes, man of God. Holy Spirit is not something which is in your pocket. He cannot be contained in your specific program structure. Holy Spirit cannot be contained and controlled by a human person. Holy Spirit is not in your pocket, or you can somehow manage and manipulate the Holy Spirit. Holy Spirit is the life-giving Spirit. Until and unless you give yourself under the control of the Spirit, you cannot be a good servant of the Lord. ഈ യഗസ്കേലിന്റെ പ്രവചനം നമ്മളിപ്പോൾ വായിച്ച 47-ന്റെ 9-ാം വാക്യമല്ലേ വായിച്ചത്? ജിജി പാസ്റ്റർ 47-ന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ, അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്, കീഴിൽ നിന്ന് വെള്ളം കീഴോട്ട് പുറപ്പെടുന്നത് ഞാൻ, കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ നദി ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? ഇത് എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവസ്ഥാനം? ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ എന്നെ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഒരു ചർച്ചിനകത്ത് നിന്ന്, ഒരാലയത്തിനകത്ത് നിന്ന് ഒഴുകുന്ന ഒരു നദിയെ എസെക്കിയേൽ കാണുകയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. 3 മുതലുള്ള ഭാഗങ്ങളിൽ, ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി, വെള്ളം എൻ്റെ കാലിന് നരിയാണോളമായി. പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. പിന്നെ വെള്ളം മുട്ടോളമായി. പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. പിന്നെ അത്
അരയോളമായി, പിന്നെ 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി, വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ഈ ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ നദി എൻ്റെ നരിയാണമോളം എത്തി, പിന്നെ അതിൻ്റെ മുട്ടോളം എത്തി. എനിക്ക് പോരാ, ഞാൻ പിന്നെയും ഈ നദിയിലോട്ട് ഇറങ്ങുക. കാലൊന്ന് നനഞ്ഞപ്പോൾ തിരിച്ചു കയറുകയല്ല, കാല് നനഞ്ഞ് തിരിച്ചു കയറിപ്പോയവരുണ്ട്. സ്തോത്രം. കാലൊന്ന് നനഞ്ഞപ്പോൾ എല്ലാമായെന്ന് കരുതി തിരിച്ചു കയറിപ്പോയവരുണ്ട്. കാലൊന്ന് നനഞ്ഞ് 2 അമേരിക്കൻ യാത്രയും ഒരു ദുബായ് ട്രിപ്പും കിട്ടിയപ്പോൾ തിരിച്ചു കയറിപ്പോയവരുണ്ട്. മതി, എല്ലാമായി ശക്തമായെന്ന് ചിന്തിച്ചവരുണ്ട്. അല്ലല്ല, കാലൊന്ന് നനഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്തുള്ള ഒരു സന്തോഷം, ഇതിനകത്തുള്ള ഒരു സമാധാനം. ഹല്ലേലൂയ. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഇറങ്ങണമെന്ന്, പിന്നെ അത് മുട്ടോളമായി, പിന്നെ അത് അരയോളമായി. ഇതുവരെ ഈ വെള്ളത്തിൽ ഞാൻ നിയന്ത്രണത്തിലായിരുന്നു, എൻ്റെ കൺട്രോളിൽ ഞാൻ നടന്നു. പിന്നെ കുറേയും കൂടെ ഞാൻ ആഴത്തിലോട്ട് ഇറങ്ങിയപ്പം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ എന്നിൽ തുറക്കാനാഥ. പാടാൻ എളുപ്പമുണ്ട്. നമ്മൾ പാടുന്ന പാട്ടാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ എന്നിൽ തുറക്കാനാഥ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. ഇതേ ആ പാട്ടിനോടെങ്കിലും ഒരു മര്യാദ കാണിക്കണം, അത് എഴുതിയ ആളിനോടെങ്കിലും ഒരു സ്നേഹം കാണിക്കണം. കയ്യും കെട്ടി ഇരിക്കുന്ന കസേരയിൽ നിന്ന് ചലിക്കാതെ, പായിക്കാത്ത ഏതാണ്ട് ഗം വെച്ചൊട്ടിച്ചോലെ ഇരിക്കുന്നവർക്കുള്ള സാധനമല്ലേ ഇത്. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കാനാഥ. അത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. അത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കാനാഥ. പ്രിയപ്പെട്ടവരെ, ഇത് വചനമാണ്. അതാദ്യം എൻ്റെ പാദത്തോളമായി, പിന്നെൻ്റെ മുട്ടോളമായി, പിന്നെൻ്റെ അരയോളമായി. പണ്ടൊരിക്കൽ ഞാൻ ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചപ്പം ഒരുപാട് പേര് അന്ന് പറഞ്ഞു, ആ പാട്ട് പാടരുത്, അത് പാടരുത്. എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായേ, ആ പാട്ട് പാടരുത് എന്നോട് പറഞ്ഞവനൊക്കെ എന്നേ ലിസ്റ്റിൽ നിന്ന് ഔട്ടായ ആളായിരുന്നെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. എന്നേ ലിസ്റ്റ് ഔട്ടായിരുന്നു പുള്ളി. ഐ ആം ടെല്ലിംഗ് ട്രൂത്ത്. ഷമഫ് മൈനർ പ്ലീസ്. ആത്മനദി എന്നിലേക്കൊഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനദി എന്നിലേക്കൊഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി, ആത്മനദി എന്നിലെ കവനൊഴുക്കി. ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി, ആത്മനദി എന്നിലെ
കവനൊഴുക്കി. ആത്മനദി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എൻ്റെ ഉള്ളം തുളുമ്പിപ്പോയി. ആത്മനദി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എൻ്റെ ഉള്ളം തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്ക് നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. എനിക്ക് ആ വ്യക്തിയോട് പറയാനുണ്ടായിരുന്നു, ഈ പാട്ട് പാടരുതെങ്കിൽ എഗസ്കേൽ 47 വായിക്കരുത്. എഗസ്കേൽ പ്രവചനത്തിനൊരു 47 അധ്യായം ഉണ്ടെങ്കിൽ ഈ പാട്ടിന് ഒരു കുഴപ്പമില്ല. ആത്മനദി എൻ്റെ അരയോളമെത്തി, ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. ആത്മനദി എൻ്റെ അരയോളമെത്തി, ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആത്മനദി എൻ്റെ ശിരസോളമെത്തി, എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയായി. ശരിയല്ലേ? ശരിയല്ലേ? ദേഹത്തിനു തെല്ലും ഭാരമില്ലാതായി ആത്മനദിയിൽ ഞാൻ നീന്തി തുടങ്ങി. എന്റെ പൊന്നു ബ്രദറെ, എന്റെ പൊന്നു സിസ്റ്ററെ, അരയോളം വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, കഴുത്തോളം വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകാം. നിലയില്ലാത്ത വെള്ളത്തിൽ ഇരുന്നുകൊണ്ട് തിസീസ് എഴുതാൻ പറ്റുമോ? പറ. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി അവളോടെ ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി അവളോടെ ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ആത്മനദി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എൻ്റെ ഉള്ളം തുളുമ്പിപ്പോയി. ആത്മനദി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എൻ്റെ ഉള്ളം തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്ക് നാഥൻ അനുനിമിഷം പുതിയൊരു ശക്തി എന്നിലേക്ക് നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. ആത്മനദി എൻ്റെ മുട്ടോളം എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചുപോൾ. ആത്മനദി എൻ്റെ മുട്ടോളം എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചപ്പോൾ, അത്യന്ത ശക്തിയാലൻ മൺകൂടാരമങ്ങ് പന്തുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി. അത്യന്ത ശക്തിയാലൻ മൺകൂടാരമങ്ങ് പന്തുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി. ആത്മനദി എൻ്റെ അരയോളമെത്തി, ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. ആത്മനദി എൻ്റെ അരയോളമെത്തി, ആത്മനദി എൻ്റെ അരയോളമെത്തി, ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആത്മനദി എൻ്റെ ശിരസോളമെത്തി, എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയായി. ആത്മനദി എൻ്റെ ശിരസോളമെത്തി, എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയായി. ദേഹത്തിനു തെല്ലും ഭാരമില്ലാതായി ആത്മനദിയിൽ അങ്ങ് നീന്തി തുടങ്ങി.
ദേഹത്തിനു തെല്ലും ഭാരമില്ലാതായി ആത്മനദിയിൽ അങ്ങ് നീന്തി തുടങ്ങി. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, അവൻ മറക്കാത്തവൻ. യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. മാറാത്തവൻ, യേശു മറക്കാത്തവൻ. യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ. Come on. മുട്ടോളമല്ല അരയോളം പോരാ ജീവ. നീന്തിയിട്ടല്ലാതെ നീന്തിയിട്ടല്ലാതെ നീരുറവ ഇന്നു ഉറക്കുന്നതാ. ആ നീന്തിയിട്ടല്ലാതെ നീരുറവ ഇന്നു ഉറക്കുന്നതാ. ആ നീന്തിയിട്ടല്ലാതെ നീരുറവ ഇന്ന് ഉറക്കുന്നതാ. ഇത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഇത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ, ആ ദൈവത്തിന്റെ ആത്മാശക്തിയാൽ. യെസ്, ഇത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല. ഹല്ലേലൂയ. ആ വാക്കൊന്നൂടെ. ഇത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഓ സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ഓ അസ്ഥിയുടെ താഴ്വര ജീവൻ പകരുന്ന ആത്മാവ്, ഒരു സൈന്യത്തെ ഞാൻ ജീവൻ പകരുന്ന ആത്മാവ്. ഹല്ലേലൂയ. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അതെങ്ങനെ വെളിപ്പെടണം? മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. ആ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കനാഥ. ചലിക്കുന്ന എല്ലാ പ്രാണികളുമിൻ ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ജീവനുള്ളവരൊക്കെ ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ആ ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിൽ സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം യേസ് യേസ് സന്തോഷം പുതുജീവിതം. Jesus.
മുറ്റോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ. കർത്താവിനോട് പറഞ്ഞേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കനാഥ. എത്ര സന്തോഷ പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ പറയുന്നു, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു നദിയായി അത് തീർന്നു. ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിപ്പിക്കുന്നു. ഇന്നത്തെ ഈ മെസ്സേജ് കേൾക്കുന്നവർ, കാണുന്നവർ, ആത്മശക്തിയുടെ അടുത്തൊരളവിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. Those who are hearing this message, it's my prayer that the Lord is going to elevate you into the new level of the anointing of the Spirit. ആത്മാവോ ജീവിപ്പിക്കുന്നുവെന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ ഇതേ പദം യേശുക്രിസ്തു യോഹന്നാൻ 6:63 എഴുതിയിരിക്കുകയാണ്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദൈവത്തിൻ്റെ ഈ വചനമെന്ന് പറയുന്ന ഈ സത്യം, അതിനകത്ത് വ്യാപരിക്കുന്നൊരു ആത്മാവുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്നൊരു ജീവനുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ദൈവവചനം, ജീവന്റെ വചനം. അപ്പോൾ ആദ്യം മുതൽ ഞങ്ങൾക്ക് ഈ വചനം കേൾക്കുന്നിടത്തൊക്കെ പലതും കാണാനുണ്ടായിരുന്നു, പലതും കേൾക്കാനുണ്ടായിരുന്നു, പലതും തൊട്ടനുഭവിക്കാനുണ്ടായിരുന്നു. 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, 1 യോഹന്നാൻ 1:1, ആദ്യം മുതൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കേട്ടത് കേട്ടോണ്ടിരിക്കാൻ മാത്രമുള്ളതല്ല, വചനം കേട്ടോണ്ടിരിക്കാൻ മാത്രമുള്ളതല്ല. അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുക മാത്രമല്ല, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് ഈ വചനം എവിടൊക്കെ പ്രസ്താവിക്കപ്പെട്ടോ അവിടെ ചിലത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കാണുക മാത്രമല്ല, ഞങ്ങൾ കൈനീട്ടി അത് സ്പർശിച്ചു, അത് ഞങ്ങൾ തൊട്ടനുഭവിച്ചു. അപ്പൊ ഇതിനകത്ത് കാണാനുണ്ട്, കേൾക്കാനുണ്ട്, തൊട്ടറിയാനുണ്ട്. അല്ലാതെ കുറെ അഭിപ്രായങ്ങളും പോയിന്റുകളും മാത്രമല്ല ഇതിൽ വ്യാപരിക്കുന്നത്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. യെസ്. John 6:63 says, Jesus says from his mouth like this, it's the Spirit who gives life and flesh profits nothing. The same thought pattern is expanded by John the Apostle in 1 John 1:1, that which was from the beginning, which we have heard, which we have seen with our eyes and we have looked upon. This is concerning the word of God. Wherever the Spirit moves, with the power of the word, there it's not just something which you just hear and go. There will be something for you to see, and there will be something for you to touch and experience. This thing, the apostle did not just see Jesus, they experienced it, they touched it, and that became part of their life and testimony. ചിലർ ചിന്തിക്കുന്നു, ഇത്രയും നേരം ഞാൻ ഈ മൊബൈൽ ഫോണും പിടിച്ച് ഈ ടിവിയുടെ മുമ്പിൽ ഇരുന്ന്, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റിന്റെ മുമ്പിൽ ഇരുന്ന്, എൻ്റെ ഇന്റർനെറ്റ് ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളെ മാറ്റിവെച്ച് ഞാൻ ഈ മെസ്സേജ്, വചനം കേൾക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ദൈവത്തിന്റെ ജനമേ, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. നിങ്ങളിനി വേറെ എന്നൊക്കെ കേട്ടാലും, നിങ്ങളിനി വേറെ എന്തൊക്കെ ശ്രവിച്ചാലും അതിനകത്ത് ജീവനില്ല, അതിനകത്ത് ആത്മാവില്ല. എന്നാൽ ഇന്ന് ഈ പകലിൽ നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനത്തിന്റെ പിറകിൽ വ്യാപരിക്കുന്നൊരു ജീവനുണ്ട്, ഇതിനകത്ത് വെളിപ്പെടുന്ന ഒരു ആത്മശക്തിയുണ്ട്. അതാണ് യെശയ്യാവിന്റെ പ്രവചനം 55:11 എഴുതിയിരിക്കുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ വചനം ഏതൊക്കെ വീടുകളിൽ കേൾക്കുന്നുവോ, ഏതൊക്കെ വ്യക്തികൾ ശ്രദ്ധിക്കുന്നുവോ, ആരൊക്കെ ശ്രവിക്കുന്നുവോ, അവരുടെയൊക്കെ ശരീരത്തിൽ, അവരുടെയൊക്കെ ആത്മാവിൽ കർത്താവിന്റെ ജീവനും ആത്മാവും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Yes, hallelujah. You may be thinking in your heart that, Lord, I am spending this much energy, this much time, this much internet data, and what profit is there for me for hearing this word?
the same thing. The answer for your question is that the thing which you heard, the word which you heard, is going to be life inside of you. That's why the Lord says in Isaiah chapter 55 verse 11, my word that goes from my mouth, it shall not return into me void, but it shall accomplish that which I please, and it shall prosper in the thing whereto I have sent. The word which you are hearing right now is going to make wonders in your life. It's going to make changes in your life. It's going to transform your life. റോമർ 8:11 എഴുതിയിരിക്കുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവിപ്പിക്കും. എത്ര ശക്തമേറിയ ഒരു വാഗ്ദത്തമാണ് പ്രിയപ്പെട്ടവരെ. ഒരു വീട് കിട്ടാൻ പോകുന്നു, ഒരു വസ്തു കിട്ടാൻ പോകുന്നു, ഒരു വാഹനം ലഭിക്കാൻ പോകുന്നു, ഒരു ജോലി ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതികമായ വിഷയങ്ങളിൽ ഒരു സംഭവം ലഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നതൊന്നും ഇതിൻ്റെ മുമ്പിൽ അതിൻ്റെ അടുത്തുപോലും വരാൻ കഴിയത്തില്ല. ഇത് എത്ര പവർഫുള്ളായ ശക്തമേറിയ ഒരു വാഗ്ദത്തമാണ്. യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, യേശുവിനെ ഉയർപ്പിച്ച ദൈവശക്തി, ആ കല്ലറയിൽ വെളിപ്പെട്ട ദൈവശക്തി, റോമ ഗവൺമെന്റിന്റെ ഇംപീരിയൽ മുദ്രകളെ ഭേദിച്ച് കല്ലുകളെ തകർത്ത് പടയാളികളെ നിലംപരിചാക്കി ക്രൂശിച്ച് കൊന്ന് ആണികൾ അടിച്ച് തകർത്തുടച്ച ശരീരത്തെ മൂന്നാമത്തെ ദിവസം പുനരുത്ഥാന ശക്തി അയച്ച് ഹല്ലേലൂയ തേജസ്സിൽ ഉയർപ്പിച്ച ആ ഉയർപ്പിന്റെ ശക്തി നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അതേ ആത്മാവിനെ കൊണ്ട്, that same spirit, not other spirit, വേറൊരു ആത്മാവിനെ കൊണ്ടല്ല, അതേ ആത്മാവിനെ കൊണ്ട്. ലിസൺ, എന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കിയാട്ടെ. യേശു ക്രിസ്തുവിനെ കല്ലറയ്ക്കകത്തുനിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നത്. ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് രണ്ടർത്ഥമുണ്ട് ഇതിന്. ഒന്ന്, നിങ്ങളുടെ പുനരുത്ഥാനം, മരണാനന്തര ജീവിതം ഈ വചനത്തിലുണ്ട്. രണ്ട്, വളരെ വ്യക്തമല്ലേ, നിങ്ങളിൽ വസിക്കുന്ന ആ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ, ഓൾസോ ക്വിക്കൻ യുവർ മോർട്ടൽ ബോഡീസ് ബൈ ദ സ്പിരിറ്റ്, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിൽ മരിച്ച അവയവങ്ങളെ, നിർജീവമായ അവയവങ്ങളെ, ജീവൻ നഷ്ടപ്പെട്ട അവയവങ്ങളെ ഈ ആത്മാവിനെ ജീവിപ്പിക്കാൻ കഴിയും. തകർന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയും. വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലീവിലല്ല, ഒളിവിലല്ല, ആരുടെയും പോക്കറ്റിലല്ല, സ്വർഗത്തിലുമല്ല. Now that spirit moving in this earth, അത് നീ ഭൂമിയിൽ ചലിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ അത് വ്യാപരിക്കുന്നുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ഇത് നിന്നെ തൊട്ടാൽ നിന്റെ അകത്ത് ഒരു ജീവൻ വ്യാപരിക്കും, ജീവിപ്പിക്കുന്ന ആത്മാവ്. ഞാനൊരു സംഭവം പറയാം. ലാസറിന്റെ കല്ലറവാതിക്കൽ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് കല്ലറയ്ക്കകത്ത് അടക്കിയിരിക്കുന്ന ലാസറിന്റെ കല്ലറവാതിക്കൽ യേശു കർത്താവ് ചെന്നു. അവനെ വെച്ച സ്ഥലം അവർ കാണിച്ചു കൊടുത്തു. ആ കല്ലറയുടെ വാതിക്കൽ നിന്നിട്ട് യേശു വിളിച്ചു പറയുകയാണ്, ലാസറസ് കം ഔട്ട്. ലാസറേ, പുറത്തു വരിക. എന്താണ് അവിടെ സംഭവിച്ചത്? 4 ദിവസം മുമ്പ് മരിച്ചുപോയ ആ മനുഷ്യൻ, അവന്റെ ആത്മാവ് ദൈവം വെച്ച സ്ഥലത്ത്, നിത്യതയിലെങ്കിൽ അവിടെ, പാതാളത്തിലെങ്കിൽ അവിടെ, ദൈവം വെച്ച സ്ഥലത്ത് അത് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ആ ആത്മാവിനെ യേശുവിൻ്റെ ശബ്ദം ഒറ്റ സെക്കൻഡ് കൊണ്ട് വിളിച്ച് അവൻ്റെ ശരീരത്തിൽ കൊണ്ടുവന്ന് ജീവനുള്ള ദേഹിയായിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി നടത്തി കല്ലറയ്ക്ക് പുറത്തു കൊണ്ടുവന്ന ഒരു ശക്തിയുണ്ട്. ജീവിപ്പിക്കുന്ന ഒരു ആത്മാവിൻ്റെ ശക്തി. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നീ ഒതുങ്ങിപ്പോയെങ്കിൽ, ഒരിക്കലും നീ എഴുന്നേറ്റ് വരത്തില്ലെന്ന് ലോകം വിധി എഴുതിയെങ്കിൽ, ഇനി നിനക്ക്
ഒരു ഭാവിയില്ലെന്ന് ലോകം പറഞ്ഞെങ്കിൽ, എല്ലാം അവസാനിച്ചു എന്ന് നീ ചിന്തിച്ചെടുത്ത്, കഴിഞ്ഞു എന്ന് നീ കരുതിയെടുത്ത്, ഈ ജീവിപ്പിക്കുന്ന ആത്മാവിന് വ്യാപരിക്കുവാൻ നീ അനുവാദം കൊടുത്താൽ, നീ വിശ്വസിപ്പിച്ചാൽ, വെളി നിൽക്കുന്നവനെ നീ കഴിഞ്ഞു തീർന്നു എന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്നവനെ ഞെട്ടിപ്പിക്കുന്ന നിലയിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഈ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുമെന്ന് നീ തിരിച്ചറിയുക. Yes, man of God. We have a powerful revelation in Romans chapter 8 verse 11. If the spirit of him who raised Jesus from the dead dwells in you, he who raised Christ from the dead will also give to your mortal bodies through his spirit who dwells in you. We find here the spirit which raised Jesus from the tomb, the spirit which gave back life to Jesus, that same spirit is inside you. And we find that Jesus outside the tomb of Lazarus, and he was dead and it was stenching, and it was the people who are outside said, Lazarus is over, his life is over, everything is over in the tomb. And Jesus Christ went in front of the tomb and called, Lazarus, come out. And the spirit of Lazarus, which wherever the Lord has planned for it, it heard that sound and came back to the body of the Lazarus, and he came out living. And in your circumstance, people may be telling that you are over, your life is over, nothing is good in front of you, there is no hope for you. But the spirit, if it comes into you, it will bring you back to life, and utter astonishment of the people, you will be a great living testimony in front of the people. ഈ ആത്മാവ് നിങ്ങളെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ജീവിപ്പിക്കും. ജീവിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ മരുഭൂമിയെ അത് ഉദ്യാനമാക്കി മാറ്റും. The Holy Spirit gives you life. It's not just life. Your barrenness, your wilderness will be turned into a garden. വെറുതെ പറഞ്ഞല്ല, വായിച്ചു നോക്കൂ. യെശയ്യാവിന്റെ പ്രവചനം 32-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഈ ഉയരത്തിലുള്ള ശക്തി, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ജീവിതത്തിൻ്റെ മരുഭൂമി ഉദ്യാനമാകും. ആ വിൽഡർനെസ് ഒരു ഫ്രൂട്ട്ഫുൾ ഫീൽഡ് ആകും. Hallelujah. A fruitful field be counted for a forest. This is a great revelation. നീ ആകുന്ന ഒരു വൃക്ഷത്തെ ഒരു വനമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സ്തോത്രം, ആ തകർച്ചകളെ, ആ മരുഭൂമിയുടെ അനുഭവത്തെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫീൽഡാക്കാൻ, ഫലപുഷ്ടമായിട്ടുള്ള ഫലം തരുന്ന വൃക്ഷങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാക്കി നിന്നെ ഒരു ഫ്രൂട്ട്ഫുൾ ആക്കുവാൻ ഈ ഉയരത്തിൽ നിന്ന് വരുന്ന ആത്മാവിന് കഴിയും. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നഗരം വിട്ടുപോകരുത്, കാരണം എനിക്ക് നിങ്ങളെ ഫ്രൂട്ട്ഫുൾ ആക്കാനുള്ളതാ. Yes, yes, Pastor. The spirit which comes on you, though you are now presently in a barren state, in a wilderness state, but the Lord can turn you into a fruitful field. You can be turned into a great forest. One tree, if the Lord comes with his spirit, it can be turned into a forest. This is the sole reason why the Lord said to the disciples, you should not leave the city, you should wait and tarry for the spirit to come on you, then only move out. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഈ ഉയരത്തിലെ ശക്തി സ്വീകരിക്കുവാൻ, ആ ആത്മാവിൽ നിറയുവാൻ, ജീവിപ്പിക്കുന്ന ആത്മാവിനെ ജീവിതത്തിൽ അനുവദിക്കുവാൻ, ആഗ്രഹിക്കുവാൻ, കൊതിക്കുവാൻ, ഞാൻ വീണ്ടും എൽഷഡായ് മിനിസ്ട്രിയിലുള്ള കുടുംബങ്ങളോട്, സഭയോട്, എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാരോട്, സഹോദരങ്ങളോട്, ലോകത്തിൽ പലയിടങ്ങളിൽ കാണുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിനോടുള്ള കൊതി, പരിശുദ്ധാത്മാവിനോടുള്ള ദാഹം, പരിശുദ്ധാത്മാവിനോടുള്ള ആഗ്രഹം ഓരോ ദിവസം കഴിയും തോറും, ഓരോ വർഷം കഴിയും തോറും
കൂടിക്കൂടി വേണം പ്രിയപ്പെട്ടവരെ. പാദത്തോളം നനഞ്ഞു, മുട്ടോളം എത്തി, ഓക്കെ ആയി, ഇത്രയും കിട്ടിയല്ലോ, ഇത് മതി എന്ന് ചിന്തിക്കരുത്. എനിക്ക് അരയോളം വേണം, എനിക്ക് ശിരസോളം വേണം. കർത്താവ്, എനിക്ക് നീന്തിയിട്ടല്ലാതെ കയറാൻ കഴിയാത്ത നിലയിൽ ഈ നദിയിലേക്ക് എന്നെ ഇറക്കണമെന്നൊരു കൊതിയുള്ള എത്ര പേരുണ്ട്? ഒരു ആമീനെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ ചാറ്റിനകത്ത് ആ കൊതിയുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. My humble appeal to all the servants of the Lord, all the believers of El Shaddai ministry, all the people who are hearing this message around the world, is my humble appeal that cherish the presence of the Holy Spirit. It's not just the Holy Spirit up to your ankle level, not up to your waist level. Let you thirst more for the Holy Spirit year after year, time after time, that there will come a time when you swim in the Holy Spirit. And if you believe that, if you cherish so badly the Holy Spirit like that, please type an amen in the comment box. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഞാനിപ്പോൾ ആയിരിക്കുന്ന കർത്താവിനെ നിർത്തിയിരിക്കുന്ന ഈ ചർച്ച് പോലും, ഈ മിനിസ്ട്രി പോലും സകലതും പരിശുദ്ധാത്മാവിലൂടെ ആരംഭിക്കപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ്, ഈ സാഹചര്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് പേരല്ല, എല്ലാവർക്കും പഴയതുപോലെ ഒന്നിച്ചു കൂടി വരുന്നൊരു സമയമുണ്ടല്ലോ. അന്നും ഈ സഭയിൽ, ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മ ശുശ്രൂഷയ്ക്കുമായിരിക്കും മുൻഗണന, ദൈവത്തിൻ്റെ വചനത്തിനായിരിക്കും മുൻഗണന. പരിശുദ്ധാത്മാവിൻ്റെ 9 കൃപാവരങ്ങളും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഇവിടെ ഉണ്ടാകും. താല്പര്യമുള്ളവർ മാത്രമേ വരാവൂ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സഭയാണ്. ഇത് കമ്മിറ്റി കൂടുന്ന കുഞ്ഞച്ചൻ്റെ സഭയല്ല. After the lockdown, we'll be gathering together as a church, and we'll be gathering together as a whole. And even at that point of time, the priority will be for the Word of God. The priority will be for the gifts of the Holy Spirit. All the 9 gifts of the Holy Spirit will be fully operating in the church. This church is not a church under a committee. This is under the special guidance and privilege of the Holy Spirit. പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മ പ്രവൃത്തി ഇവിടെ അന്യപ്പെട്ടു പോയാൽ പിന്നെ ഉണർവില്ല. കാരണം കഴിഞ്ഞ ദിവസവും ഞാൻ എഴുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഉണർവ് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ റിവൈവലിസ്റ്റ്. If the Holy Spirit just moves out of this place, out of this church, then there will be no more any revival. And recently I commented a phrase like this: it's the Holy Spirit who brings the revival. Holy Spirit is the greatest revivalist ever. അപ്പോൾ ആഗ്രഹമുള്ളവരും കൊതിയുള്ളവരും പ്രാപിക്കണമെന്നുള്ളവരും ദൈവശക്തി ഏറ്റെടുക്കണമെന്നുള്ളവരും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മശക്തിയാൽ നിറയപ്പെടണമെന്നുള്ളവരും ഒക്കെ മാത്രമേ കടന്നു വരാവൂ. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. Such people who would like to have the Holy Spirit which raised Jesus from the sepulchre and gave him life and brought back to life, such Holy Spirit, if you want in your life, such people can come to this place and enjoy the power of the Spirit. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 44-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയുന്നു, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. Isaiah chapter 44 verse 3, we read like this: for I will pour water on them who is thirsty and floods on the dry ground. I will pour my spirit on your descendants and my blessing on your offspring. കഴിഞ്ഞ ദിവസം ഒരു അനുഗ്രഹീതനായ ഒരു സഹോദരൻ എന്നോട് ചോദിക്കുവാനായിട്ടിടയായി, ഒരു ദൈവപുരുഷൻ എന്നോട് ചോദിക്കാനായിട്ടിടയായി, പാസ്റ്ററെ, എന്നാണ് ചർച്ചുകളെല്ലാം ഓപ്പൺ ആകുന്നത്, എന്നാണ് എല്ലായിടത്തും പഴയതുപോലെ ആരാധന തുടങ്ങുന്നത്? പുള്ളിക്ക് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അറിയാം. പിന്നെ എന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. ഈ ചോദിക്കുന്നവർക്ക് അതിൻ്റെ ഉത്തരം അവർക്ക് അറിയാം. പിന്നെ അവർ ചോദിക്കുന്നേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ എല്ലാവരും ഒക്കെ തിരിച്ച് ചർച്ചയിൽ വരുമ്പം മടുപ്പായിരിക്കും. എല്ലാവരും ഈ വീട്ടിലൊക്കെ ഇരുന്ന് ഈ ഫോണിനകത്തൂടൊക്കെ കണ്ട് ഇനിയിപ്പോൾ എല്ലാവരും തിരിച്ച് ചർച്ചയിൽ വരുമ്പോൾ അവരിനി ആരാധിക്കാനും അവരെ ആരാധിപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പാടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, ദൈവദാസനെ, ഒരിക്കലും ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം ഏത് മടുത്തവനെയും ഏത് മനം തഴമ്പിച്ചു പോയവനെയും ആത്മാവ് ദൈവശക്തി വ്യാപരിക്കുന്നിടത്ത് അവൻ വന്നാൽ, സ്തോത്രം, പ്രൈസ് ഗോഡ്, ചുഴലിക്കാറ്റടിക്കുമ്പോൾ അതിനകത്ത് നിൽക്കുന്നവനെ എല്ലാം എടുത്തുകൊണ്ട് പോകും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരാൾ മാത്രം ഒഴിവുള്ളവനല്ല, എല്ലാവനെയും നനച്ചിരിക്കും. അതിനകത്ത് ആർക്കൊഴിവില്ല. പിന്നെ ഇവിടുത്തെ ജനം, ഈ ചർച്ചിൽ വരുന്ന ജനം,
അത് 95% ആൾക്കാരും ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് യഥാർത്ഥമായി കണ്ടറിഞ്ഞ് പാരമ്പര്യങ്ങളൊന്നും പറയാനില്ലാതെ പാവപ്പെട്ട ജനം, അവര് ശരിക്കും പറഞ്ഞാൽ പല വിഭാഗങ്ങളിൽ നിന്ന് ഒരു പാരമ്പര്യവും പറയാനില്ലാതെ സിൻസിയറായി സകലതും വിട്ട് കർത്താവിനെ കണ്ടോണ്ട് ഇറങ്ങി വരാം. അവർക്ക് യേശുവിനെ ആരാധിക്കാനേ അറിയൂ, അവർക്ക് പ്രാർത്ഥിക്കാനേ അറിയുള്ളൂ. അതുകൊണ്ട് മടുക്കുന്നതും മടിപ്പിക്കുന്നതും മടിപ്പിച്ചതുമൊന്നും വചനമല്ല, അത് പരിശുദ്ധാത്മാവല്ല. കാരണം പരിശുദ്ധാത്മാവും മടിപ്പിക്കുന്ന ആത്മാവല്ല. ദാഹമുള്ളവൻ്റെ മേളിൽ, കൊതിയുള്ളവൻ്റെ മേളിൽ, ആഗ്രഹമുള്ളവൻ്റെ മേളിൽ, ആരാധിക്കുന്നവൻ്റെ മേളിൽ, ഇന്നും ഈ സർവീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒന്ന് തൊടണേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ മേളിൽ ഇപ്പോഴും വെളിപ്പെട്ടു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി. Recently I was asked by a servant of the Lord that the people who are now in front of the camera and TV and mobile phones, they will be bored, and when they come back to the church, will they have the same swing of worship they had already? They will be a bit bored. It will be difficult for you to make them worship. But I said to him, I don't ever think like that, because the power of the Holy Spirit, when it comes, it sweeps everything away like a whirlwind coming, like a rain pouring out. It will not leave anything out, leave anyone out. When the rain comes, when the whirlwind comes, it sweeps everyone. And even now, those who are hearing the message of the Lord, if you truly believe, Lord, somehow touch me, somehow anointing me, the same power is still working on you. അതുകൊണ്ട് ദൈവസഭയോട് ജനത്തോട് പറയുവാനുള്ള ഏറ്റവും വലിയൊരു സന്ദേശം, let us also walk in the spirit. ആത്മാവിൽ നടക്കുന്നവരാകുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ദൈവദാസൻ എന്ന് വായിക്കാമോ? ഗലാത്യർ 5:24 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. Can you please read that? Thank you. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥ അഭിമാനികളാകരുത്. ആത്മാവിനാൽ നാം ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. നിങ്ങൾ ഈ വാക്യം ഒന്ന് ദയവായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഓപ്പൺ ബൈബിൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, ഒരു തുറന്ന ബൈബിൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, ഇത് അവിടെ വ്യക്തമായൊരു കാര്യം കാണാം. ആത്മാവിൽ ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ലെറ്റ് us also walk in the spirit. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. തൊട്ട് താഴെ 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥാ അഭിമാനികൾ ആകരുത്. ഞാൻ ഇങ്ങനെ അതിനെ വായിക്കുന്നു. നിങ്ങൾക്ക് തുറന്ന ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാം. ആത്മാവിനാൽ നാം ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഇടയ്ക്ക് വേണമെങ്കിൽ എഴുതി വെച്ചോ, അല്ലാതെ അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥ അഭിമാനികൾ ആകരുത്. മറ്റുള്ളവരെ വാശിയും വൈരാഗ്യവും അന്യോന്യം പോരിന് വിളിച്ചും, ഒരാളൊരു പ്രസംഗം പ്രസംഗിച്ചു, അതിനെതിരെ അടുത്ത പ്രസംഗം, ഒരാളൊരു പാട്ട് പാടി, അതിനെതിരെ അടുത്ത സംഭവം, എല്ലാ ദിവസവും വൈകുന്നേരം ആകുന്ന സമയത്ത് അന്യോന്യം ഫേസ്ബുക്കിലും ഈ സോഷ്യൽ മീഡിയയിലെല്ലാം സന്ധ്യയായി കഴിയുമ്പോൾ അവർ നായ്ക്കളെ പോലെ കുരച്ചു കൊണ്ടുവരുന്നു എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, സന്ധ്യയായി കഴിയുമ്പോൾ അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥ അഭിമാനികളാകാതെ ആത്മാവിൽ ജീവിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. യെസ് പാസ്റ്റർ. Galatians 5:25 and 26. If we live in the Spirit, let us also walk in the Spirit. Let's not become conceited, provoking one another, envying one another. It's very powerfully said that those who live in the Spirit, they cannot be puffed up, they cannot be conceited and provoke each another, envy each another. And these days, even in the social media, what we find is that by the evening, people come out with criticism, barking against each other like stray dogs which are coming out. And it's not a symbol or a signal of a Holy Spirit working inside them. ഈ ആത്മാവിൽ നടക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു വലിയ ഉദാഹരണം, ഒരു വെളിപ്പാട് ശരിക്കും പഠിക്കുന്നവർക്ക്, വചനം ശ്രദ്ധിക്കുന്നവർക്ക് പ്രയോജനമാകുന്ന ഒരു സംഭവമാണ്
ജെറുഷലേമിലെ ശിമയോൻ എന്ന് പറയുന്ന വൃദ്ധനായ മനുഷ്യൻ. അദ്ദേഹം ലൂക്കോസ് 2:25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ജെറുഷലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ വായിക്കാമോ പാസ്റ്റർ? ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി. അവിടെ ആ പദം വളരെ ശ്രദ്ധേയമാണ്. അവൻ ആത്മാവിന്റെ നിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. ആ ജെറുസലേം ദേവാലയത്തിനകത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പലരും അവിടെയുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ നടന്നവൻ ലക്ഷ്യസ്ഥാനത്തെത്തി, കൃത്യസ്ഥലത്തെത്തി, കേട്ട വാഗ്ദത്തത്തിലെത്തി, യേശുവിനെ കയ്യിലെടുത്ത് കൺകുളിർക്കെ ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്ത ലോകത്തിൻ്റെ വെളിച്ചത്തെ കണ്ടു. ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് ശിമയോൻ യേശുവിനെ കണ്ടതുപോലെ ഈ കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റണമെങ്കിൽ, നിത്യതയിലെത്താൻ കഴിയണമെങ്കിൽ, വാഗ്ദത്തത്തിലെത്താൻ കഴിയണമെങ്കിൽ നിങ്ങൾ ആത്മാവിൻ്റെ നിയോഗത്തിൽ നടക്കുന്നവനായിരിക്കണം. ശിമയോനെ പോലെ പരിശുദ്ധാത്മാവ് ഉള്ളവനായിരിക്കണം. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണത്തില്ല എന്ന് പരിശുദ്ധാത്മാവിൽ അവൻ അരുളപ്പാടുണ്ടായെന്ന് പറയുമ്പോൾ അവൻ ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു. ദൈവശബ്ദം കേൾക്കുന്നവനായിരിക്കണം. ദൈവശബ്ദത്തിന് ചുവട് വയ്ക്കുന്നവനായിരിക്കണം. ആത്മാവിൻ്റെ നിയോഗത്തിൽ നടക്കുന്നവനായിരിക്കണം. അവൻ ഏറ്റവും ഒടുവിൽ ചെന്നെത്തുന്നത് കർത്താവ് യേശുവിൻ്റെ അടുക്കലായിരിക്കും. ആ വാഗ്ദത്തത്തിലായിരിക്കും. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ കാണുവാൻ ദൈവം അവൻ്റെ കണ്ണുകൾക്ക് ഭാഗ്യം നൽകും. A classical example of what it means to walk in the Spirit is the person, old man called Simeon. And in Luke 2:25 we read his experience. He was hearing the word of God. He was hearing the revelations from the Lord, and he was the man who lived in the Spirit. And what we understand is that he moved, he took steps in Spirit. He moved into temple of Jerusalem. There he found Jesus Christ. He had been given a revelation that you will not taste death until and unless you see Jesus Christ. He went into the temple with the power of the Spirit, with the revelation of the Spirit, hearing that word from the Spirit. He saw Jesus Christ, took Jesus Christ in his palm. Look at the light of the nations which were shining brightly in his hand, and he said, Lord, I have seen according to what he has spoke to me. If you want to see what the Lord has spoken to you, you have to live by the Spirit. Then only you can reach heaven and see Jesus face to face. ഇത്രയേ ഉള്ളൂ. കർത്താവിന്റെ ദാസൻ വളരെ മനോഹരമായത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇത്രയുള്ള അതിൻ്റെ ആകത്തുക. ദൈവത്തിൻ്റെ ആത്മാവുള്ള ശിമയോൻ, ആത്മാവിനെ അനുസരിച്ച് ആത്മനിയോഗത്തിൽ നടന്ന ശിമയോൻ, ദൈവശബ്ദം കേട്ട മനുഷ്യൻ, അതിനൊത്തു ചുവടുകൾ വെച്ചപ്പോൾ അവൻ ലക്ഷ്യസ്ഥാനത്തെത്തി, വഴി തെറ്റാതെ കൃത്യസ്ഥാനത്തെത്തി. മരിക്കുന്നതിന് മുമ്പ് അവൻ വാഗ്ദത്തം കണ്ടു. സർവോപരി ലോകത്തിൻ്റെ രക്ഷകനായ, ലോകത്തിൻ്റെ വെളിച്ചമായ, ജാതികളുടെ പ്രകാശമായ ക്രിസ്തുവിനെ കണ്ടു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തികൾക്കും ഫൈനലി ഈ വെളിച്ചത്തിൻ്റെ അരികിലെത്താൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിയോഗത്തിൽ നടക്കാത്ത, ദൈവശബ്ദത്തിന് ചുവട് വയ്ക്കാത്ത ആർക്കും എത്തേണ്ട അടുത്ത് എത്താൻ കഴിയില്ല. വഴി തെറ്റാതെ ജീവിക്കാൻ കഴിയില്ല. വഴിതെറ്റിക്കുന്ന ഈ ലോകത്തിൽ വഴിതെറ്റാതെ ജീവിക്കണമെങ്കിൽ സകലത്തിലും നമ്മളെ ഉപദേശിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മ ശബ്ദത്തിനും പരിശുദ്ധാത്മ നിയോഗത്തിനും നാം വിധേയപ്പെടുന്നവരായിരിക്കണം. Amen. To put it simply, it's just like this. From the example of Simon, you have to move forward, hearing the word of God, hearing the Spirit of God. You should be guided by the Spirit of God. Put each and every step in your life with the guidance of the Spirit of God. This is a world which make you stumble. This is a world which make you stray away from the path. If you don't have your life guided by the Spirit, the power of the Spirit, you cannot reach the goal which the Lord has set for you. You cannot reach
is the heaven which the Lord is preparing for you. ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ആ കരങ്ങളെ ഉയർത്തി പറയുക, ജീവിപ്പിക്കുന്ന ആത്മാവെ എന്നെ സ്പർശിക്കണമേ, ജീവിപ്പിക്കുന്ന ആത്മാവെ എന്നെ തൊടണമേ, ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ അവിടുത്തെ സ്പർശനം എനിക്ക് നൽകണമെന്ന് കർത്താവിനോട് അധരങ്ങൾ തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ക്രിസ്തുവിൻ്റെ ജീവൻ ഓരോ വ്യക്തികളിലും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ വ്യാപരിക്കട്ടെ. അധരങ്ങൾ തുറന്ന് ദൈവത്തോട് പറഞ്ഞ്, എന്നെ ജീവിപ്പിക്കുന്ന ആത്മാവെ അവിടുന്ന് സ്പർശിക്കണമേ. ലോർഡ്സൺ, ക്യാൻ യു പ്ലീസ് കം ഫോർവേഡ് ദ പ്ലാറ്റ്ഫോം? കർത്താവിൻ്റെ ദാസൻ ദയവായിട്ട് വന്നാലും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. യേശുവേ, അവിടുത്തെ കരങ്ങളിലോട്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ചില സൗഖ്യങ്ങൾ ഇവരിൽ സംഭവിക്കട്ടെ. മരിച്ചിരിക്കുന്ന, ചത്തിരിക്കുന്ന ഇവരുടെ പ്രാർത്ഥനാ ജീവിതം ജീവിപ്പിക്കപ്പെടട്ടെ. ഇവരുടെ ആരാധനയിൽ ജീവൻ ഉണ്ടാകട്ടെ. ഇവരുടെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. പിശാച് ലോക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ലോക്കുകളും യേശുവിൻ്റെ നാമത്തിൽ അൺലോക്ക്ഡ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ശിമയോനെ പോലെ ദൈവശബ്ദം കേൾക്കുവാൻ, ശിമയോനെ പോലെ ആത്മനിയോഗത്തിൽ ചുവടുവെക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് കേട്ട വചനം പോലെ ജീവിപ്പാൻ സഹായിക്കണമേ. സൗഖ്യം കൽപ്പിക്കണമേ. അത്ഭുതത്തെ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ലോർഡ്സൺ ബ്രദർ തുടർന്നുള്ള സമയം ആരാധനയ്ക്ക് നേതൃത്വം നൽകും. May God bless you all. Thank you very much. Thank you, Pastor. For you are great, you're a miracle so great, there is no one else like you, there is no one else like you. For you are great, you're a miracle so great, there is no one else like you, there is no else like you. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. For you are great, you're a miracle so great, there is no one else like you, there is no one else like you. For you are great, you're a miracle so great, there is no one else like you, there is no one else like you. You deserve the glory and the honor. Lord, we lift our hands and worship as we lift your holy name. You deserve the glory and the honor. Lord, we lift our hands and worship as we lift your holy name. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്. എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും
അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. അക്കരങ്ങളെ ഉയർത്തി പാടുമോ? യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ